السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ്. ചില മനുഷ്യന്മാരെ നോക്കുമ്പോൾ എത്ര വലിയ പ്രയാസമാണെങ്കിലും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം കാണുമ്പോൾ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിൻ്റെ രഹസ്യം മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പണം ശരിക്കും മാനേജ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രയാസമൊക്കെ ഉണ്ടാകും. അത് കൃത്യമായ രീതിയിൽ തന്നെ പല വിധത്തിലും പല ഘടകങ്ങളായി മാറുന്നതും നമ്മുടെ ജീവിത താറുമാറാകുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സമ്പത്ത്. ഈ സമ്പത്ത് ഇത്രയും ഒരു അവസ്ഥയിലെത്താനുള്ള കാരണം നമ്മുടെ ജീവിതം ആർക്കോ വേണ്ടി ജീവിക്കുകയാണ്. നാം മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്ക് വളരെ റാഹത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളിൽ നിന്ന് ഏറ്റവും താഴ്ന്നവർ, നിങ്ങൾ താഴെയുള്ളവരൊന്നും നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണമെന്നാണ്. നമ്മിൽ താഴെയുള്ളവർ അവരിലേക്കാണ് നമ്മുടെ നോട്ടം. ഒരിക്കലും ഫൗക്കക്കും നിങ്ങൾക്കുള്ള മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതോടൊപ്പം ഉടലെടുക്കാൻ തുടങ്ങും. മുകളിലുള്ളവർ വലിയ കാറ്, വലിയ വീട്, അവരുടെ സമ്പത്ത്, ഇതൊക്കെ കാണുമ്പോൾ അതുപോലെ എനിക്കുമാകണമെന്നുള്ള ഒരു ആഗ്രഹം വരുമ്പോൾ പല വിധത്തിലുള്ള കടങ്ങളും മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ജീവിക്കാൻ വലിയ പ്രയാസമുണ്ട്. പക്ഷെ ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല. ജീവിതം വളരെ സന്തോഷത്തിനും റാഹത്തിനും കഴിച്ചു കൂട്ടാൻ സാധിക്കും. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ വലിയ സമ്പന്നനാണെന്നും ഞാൻ വലിയ ഇത്രയ്ക്ക് ഉള്ളവനാണ് എന്ന് ജീവിക്കാൻ വേണ്ടി നാം ജീവിക്കുമ്പോൾ വലിയ പ്രയാസത്തിൽ നാം അകപ്പെട്ടു പോകും. നമ്മിൽ താഴെയുള്ളവർ നോക്കൂ, ചില ആളുകൾക്ക് അൽഹംദുലില്ലാഹ് നമുക്കൊരു വീടുണ്ട്, വീടില്ലാത്തവരുണ്ടല്ലോ, വാടക വീട്ടിലുള്ളവർ, മാഷാ അല്ലാഹ് നമുക്ക് വാടക വീടെങ്കിലുണ്ട്, ചിലർക്ക് അതുപോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ നമ്മിൽ നിന്ന് നോക്കൂ കുടുംബ പിണക്കങ്ങൾ, ചില കുടുംബങ്ങളെ നോക്കിയാൽ വല്ലാത്ത പിണക്കമാണ്, അതിനേക്കാൾ എത്രക്കോ ഹൈറാണ് അല്ലേ. ചില ആളുകൾ ഭർത്താവ് നഷ്ടപ്പെട്ടവരുണ്ട്, ഭാര്യ മക്കൾ ഇങ്ങനെ നഷ്ടപ്പെട്ടവർ അല്ലേ. തൻ്റെ കുടുംബത്തിൽ ഏറ്റവും അത്താണിയായ പൊന്നുമകൻ അപകടത്തിൽ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ തന്നെക്കാൾ കൂടുതൽ പ്രയാസത്തിൽ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകും. അവരിലേക്കൊന്ന് നാം നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വലുതാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാകും. അതല്ലാതെ നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നാം നോക്കുമ്പോൾ എന്നും നമ്മുടെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടും. അതുപോലെ ജീവിക്കണമെന്ന് നാം ആഗ്രഹിച്ചാൽ പിന്നെയും സാമ്പത്തികമായ അല്ലേ, പണമുള്ളവർ അവർ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അല്ലേ, ബഖീലായി സൂക്ഷിച്ച് പണക്കാരായി തീരുന്നു അല്ലേ. ദരിദ്രന്മാർ പണമില്ലെങ്കിൽ പണക്കാരെ പോലെ ജീവിക്കാൻ വേണ്ടി പ്രയത്നിച്ച് പിന്നെ വലിയ പടുകുഴിയിലേക്ക് വീണ് ജീവിതം തന്നെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. നമ്മുടെ മക്കളെ നോക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാകണം. എത്ര മക്കളാണ്, ചെറിയ മക്കളാണ് മാരകമായ രോഗത്തിനടിമയായ ആശുപത്രിയിൽ വേദന കൊണ്ട് പിളയുന്ന നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ നമ്മുടെ കാൽ താഴെയുള്ളവരിലേക്ക് നാം ഒന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ അൽഹംദുലില്ലാഹ് എത്രത്തോളം നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് എത്രയോ വലുതാണ്. വലിയ സന്തോഷം സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ മുത്തായ നാക്കുന്ന് വന്ന മുത്തും മണികളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്തുള്ള ജീവിതം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും കടവും പലതും പ്രയാസങ്ങളായിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
സന്തോഷവും സമാധാനമുള്ള ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.